ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചക്കയുടെ അട ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ചക്ക അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വൈകുന്നേരം എപ്പോഴും നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വാഴയിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക അട ഉണ്ടാക്കുന്നത്. എല്ലായിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടില്ലേ അരിപ്പൊടിയിൽ, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചക്കയെന്ന് വെച്ച് വാഴയിലയിൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനും ഉണ്ടാക്കാൻ നോക്കുന്നത്. ഞാൻ അതിനൊരു ഇല നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഴയിലേക്ക് എടുത്തു. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്കൊരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അതന്ന് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കൊന്ന് പഴുത്തു. പക്ഷെ ഇത് പഴഞ്ചക്ക, വരിക്കച്ചക്ക അങ്ങനത്തെ ചക്ക അല്ലായിരുന്നു കേട്ടോ. അതായത് ഒരുപാട് പഴുത്തു പോകുന്ന ചക്കയായിരുന്നില്ല, ഈ ഒരു ടൈപ്പ് ചക്കയായിരുന്നു. ഞാൻ യൂട്യൂബിൽ കണ്ടത് നല്ല പഴുത്ത ചക്കയെന്നാണ് കണ്ടത്. പക്ഷേ ഇതിന് കുറച്ചൊരു മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ശർക്കര പാനിയൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കണം, അപ്പം മധുരം നമുക്ക് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുത്തു കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് അടിച്ചെടുത്തു. പിന്നെ ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. അരിപ്പൊടി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. എന്നിട്ട് അതിൽ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കേട്ടോ. നെയ്യ് ഒഴിച്ചു. പിന്നെ നമുക്ക് തേങ്ങയാണ് ഇതിനാവശ്യമുള്ളത്. അപ്പം ഞാൻ ഒരു കുഞ്ഞ് തേങ്ങയുടെ പകുതി മുറിയുണ്ടല്ലോ, അത് ചിരണ്ടിയെടുത്തു. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇതിൻ്റെ ഒപ്പം. അപ്പോൾ തേങ്ങ, പിന്നെ നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും. പിന്നെ നമ്മൾ ചക്ക അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി എല്ലാം കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ശർക്കരയിൽ സമയത്താണ് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും ശർക്കരപ്പാനിക്ക്. എന്നിട്ട് അത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. പാനി അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാൻ വാഴയിലേക്ക് എടുത്തു. പിന്നെ ഞാൻ അടയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. യൂട്യൂബിൽ അങ്ങനെ കണ്ട പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. വേറൊന്നുമല്ല, കുറച്ച് വെള്ളം കൂടുതലായിപ്പോയി. ഞാൻ മധുരമില്ലാത്ത കാരണം കുറച്ചധികം ശർക്കരപ്പാനി ഇട്ടു. അപ്പോൾ അങ്ങനെ ഇട്ടത് കാരണം കുറച്ച് വെള്ളമൊന്നും കുറച്ച് കൂടിപ്പോയി. അപ്പം എനിക്കത് ശരിയായി കിട്ടിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ഇതെന്താ ചെയ്യുക, എത്രയും മാവൊക്കില്ലേ, കളയാൻ പറ്റും. എനിക്ക് വേറൊന്നും അത് വെച്ച് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തു, നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമുണ്ട് ചക്കയുടെ. അപ്പം ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തേങ്ങ കൊത്തല്ലേ നമ്മൾ ഇടാറുള്ളത്, തേങ്ങ ചിരണ്ടിയതാണ്. എന്നാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മാവിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർത്തു. എന്നിട്ട് നന്നായി ഒരു അരമണിക്കൂറോളം വെച്ചു. സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അത് കഴിഞ്ഞ് ഉണ്ണിയപ്പച്ചട്ടി വെച്ചു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നന്നായി തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മാവ് അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ സത്യം പറയാമല്ലോ, ഞാൻ വിചാരിച്ചു ഇത് ശരിയായി കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് നല്ല കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ പാകത്തിൽ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ ആ മാവ് എന്ത് ചെയ്യും എന്നറിയാണ്ടിരിക്കണമായിരുന്നു. ഇത്രയും മാവൊക്കെയല്ലേ, ശർക്കര, അരിപ്പൊടി, ചക്ക എല്ലാം ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നോക്കി നല്ല കറക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടി. ഒട്ടും എണ്ണയൊന്നും കുഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ലോണം എനിക്ക് കിട്ടി. അപ്പം അരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ടായി, പച്ചരിയൊക്കെ അരച്ചിട്ട്. പക്ഷെ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്താ പറയുക, അട ഉണ്ടാക്കാൻ പറ്റാത്തത് കാരണം ആ മാവെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ചൊന്ന് ഹാർഡ് പോലെ തോന്നി കേട്ടോ. പുറം നല്ലോണം മുരിഞ്ഞപ്പം. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോഴേക്കും, നല്ല മുരിഞ്ഞത് കണ്ടപ്പോഴേക്കും എൻ്റെ മോനെടുത്ത് കഴിച്ചു നോക്കിയിട്ടോ. കുറേ ഇഷ്ടമായി എന്ന് പറയണ്ടായിരുന്നു അവൻ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പുറം കുറച്ചൊരു ഹാർഡ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.